Namaste. In your holy presence and abode, I am very happy, Guruji. അങ്ങയെ സന്ദർശിക്കാനും ഈ പുണ്യസ്ഥലത്തെത്താനും കഴിഞ്ഞതിൽ വളരെ സന്തോഷമെന്നാ. Does Swami know English? സ്വാമിക്ക് ഇംഗ്ലീഷ് വശമില്ലെന്നാ. ഗാന്ധിജിക്ക് നമ്മുടെ ഭാഷ വശമുണ്ടോ? Does Gandhiji know our language? Guru, do you believe in racism? ഗുരു വർണ്ണവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുണ്ടോന്നാ. വർണ്ണങ്ങൾക്ക് സഞ്ചാരി ഭാവമല്ലേ? Racialism is just like a traveler. To attain moksha, is Hindu religion a way of life, Swami? മോക്ഷം സാധിക്കാൻ ഹിന്ദുമതം പര്യാപ്തമാണോ സ്വാമി? എല്ലാ മതങ്ങളും മോക്ഷത്തെപ്പറ്റി പറയുന്നുണ്ടല്ലോ. Every religion expresses about moksha. Among the Hindu community, what is your opinion about casteism, Swamiji? ഹിന്ദുക്കൾക്കിടയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് സ്വാമിയുടെ അഭിപ്രായം എന്താണ്? മനുഷ്യർക്ക് ജാതിയില്ല, ജാതി പോണം. Human beings have no caste and casteism must be eradicated. Look, there are branches and leaves. They are small and big. It seems, therefore, casteism is there in nature too. നോക്കൂ, ഇതിന്റെ ചില്ലകളും ഇലകളും വലുതും ചെറുതുമായി കാണുന്നു. അതിനാൽ ജാതി വ്യത്യാസം പ്രകൃതിയാലുള്ളതല്ലേ? മാവിലെ ഇലകൾ പിഴിഞ്ഞ് നീരെടുത്താൽ ഒരു സ്വാദായിരിക്കും. If we crush and juice out the juice of mango leaves, the taste remains the same. ജാതി കണ്ടാൽ അറിയാമോ? Can you identify casteism? Yes, mostly it's visible. ഈ ഇളനീർ കൊണ്ടുവന്നത് ജാതിയിൽ ആരാണെന്ന് പറയാമോ? Guru says, can you judge as to who brought the tender coconut and he of which caste? He looks like a Brahmin lad. ബ്രാഹ്മണ ബാലനാണെന്ന് തോന്നുന്നു. ജാതിക്കാർ പറയുന്ന പ്രകാരം പറയാനാണെങ്കിൽ ഈ ബാലൻ He is of the most lowest caste of this native land. महात्मा गांधी की जय, 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 महात्मा गांधी की जय. അഞ്ചോ പത്തോ ഇതിലുള്ള പോവും. ഗുരുവിനെ പറ്റിയുള്ള ഫസ്റ്റ് ഇംപ്രഷൻ അങ്ങനെയായിരുന്നു. അത് തെറ്റിയല്ലേ? 5ഉം 10ഉം 100ഉം അല്ല, 1000 അനുഭവങ്ങളുടെ സംഭവങ്ങളുടെ ഇതളണിഞ്ഞ ബ്രഹ്മകമലമാണ് ഗുരുസ്വാമി. ആർക്കും മുൻകൂട്ടി പ്രവചിക്കാനാകാത്ത വഴികൾ, ടൈം തൊത്തുപോകുന്ന പാതകൾ. അത് ശരിയാണ്. ചെമ്പഴന്തിയിൽ വയൽവാരത്ത് വീട്ടിൽ എല്ലാ സൗഭാഗ്യങ്ങളോടും കഴിയാവുന്ന ഒരു ജന്മം. നമ്മൾ കണ്ട ഗ്രാമീണത തുളുമ്പിയ ആ ഗൃഹം മാത്രമല്ല, വലിയ തറവാട്, സൗഭാഗ്യങ്ങൾ എല്ലാം ത്യജിച്ച് ഒരു പോവുകയല്ലേ ശ്രീബുദ്ധനെ പോലെ ലോകക്ഷേമത്തിനായി. ശിവഗിരി തീർത്ഥാടനം ലക്ഷങ്ങൾ ഒത്തുചേർന്ന പുണ്യല്ലേ? ചരിത്ര ഭൂപടത്തിൽ ശിവഗിരി തീർത്ഥാടനവും ഇടം പിടിച്ചു. ശബരിമല തീർത്ഥാടനം പോലെ, ഹജ്ജ് തീർത്ഥാടനം പോലെ
പുണ്യത്തിലേക്കൊരു യാത്ര. ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചതെങ്ങനെ? അതൊരു ചരിത്ര നിമിഷം. സ്വാമി, കിട്ടൻ റൈറ്റർക്ക് ഒരു കാര്യം ഉണർത്തിച്ച് അനുവാദ കൽപ്പന വാങ്ങിപ്പാനുണ്ട്. പറയാലോ. കാര്യങ്ങൾ ചോദ്യരൂപത്തിൽ അക്കമിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അങ്ങ് കൽപ്പിച്ചാൽ റൈറ്റർ വായിച്ചോളും. വായിച്ചോ. ശിവഗിരി തീർത്ഥാടനം. തീർത്ഥാടനോ? ശിവഗിരിയിലോ? കൊള്ളാം. നമ്മുടെ കുഴൽ വെള്ളത്തിൽ കുളിക്കാം, ശാരദാദേവിയെ വന്ദിക്കുകയും ചെയ്യാം. നല്ല കാര്യം. വായിക്കണം, കേൾക്കട്ടെ. ശിവഗിരി പുണ്യസ്ഥലമായി തൃപ്പാദങ്ങൾ കൽപ്പിച്ചനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വർക്കല ജനാർദ്ദനം പുണ്യസ്ഥലമാണല്ലോ. അതിനടുത്ത് ശിവഗിരി കൂടി പുണ്യസ്ഥലമാവോ? ഹിന്ദുക്കളുടെ പുണ്യസ്ഥലങ്ങളിൽ ഞങ്ങൾക്കാർക്കും പ്രവേശനമില്ല. അല്ലാതെ പോകുന്നവർക്ക് ഹേമദണ്ഡങ്ങളും മാനക്കേടും പണനഷ്ടവുമാണ് ഉണ്ടാകുന്നത്. തൃപ്പാദങ്ങൾ കൽപ്പിച്ച ശിവഗിരി പുണ്യസ്ഥലമാകും. കൽപ്പനയുണ്ടായാൽ മതി. നാം പറഞ്ഞ പുണ്യസ്ഥലമാവുമെന്ന് റൈറ്ററും വിശ്വസിക്കുന്നു അല്ലേ? ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പോ നാം പറയുകയും നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്ത ആകെ 3 പേരായി. മതിയാവോ? കൽപ്പനയുണ്ടായ ഞങ്ങൾ 20 ലക്ഷവും ഞങ്ങളെപ്പോലുള്ള മറ്റധികൃതരും ശിവഗിരി പുണ്യസ്ഥലമായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. വിശ്വാസമുണ്ടല്ലോ. കൊള്ളാം. അനുവാദം തന്നിരിക്കുന്നു. സ്വാമി, സന്തോഷായി. ഞങ്ങളങ്ങോട്ട് പോയി വരൂ. ശിവഗിരി തീർത്ഥാടനം നടക്കട്ടെ. ശിവഗിരി ശ്രീശങ്കരഗിരി ധീരാംബുരുഗിരി കരുണോദയഗിരി ദേവാനാംഗിരി ശിവദർശനഗിരി ഗിരിഗിരി ശിവഗിരി നാരായണഗിരി ഗിരിഗിരി ശിവഗിരി ശ്രീശങ്കരഗിരി ധീരാംബുരുഗിരി കരുണോദയഗിരി ദേവാനാംഗിരി ശിവദർശനഗിരി. ശ്രീശൈലം മാനവഹൃദയ സരോവര തീർത്ഥം മൗലിയിലണിയും ശിവശൈലം പരമരസാരദിവാകര കിരണം നെറ്റിയിലണിയും ശ്രീശൈലം മാനവഹൃദയ സരോവര തീർത്ഥം മൗലിയിലണിയും ശിവശൈലം. ശിവഗിരി നാമം ഹരിനാമം ശിവഗിരി നാമം ഹരിനാമം ശിവഗിരി നാമം ഹരിനാമം ശിവഗിരി നാമം ഹരിനാമം.
ആണ്ടിലൊരിക്കൽ ശിവഗിരിയിൽ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അത് എപ്പോ, ഏതു മാസം, തീയതി, ആഴ്ച, നക്ഷത്രമായിരിക്കണമെന്ന് കൽപ്പന ഉണ്ടായാൽ മതി. യൂറോപ്യന്മാരുടെ ആണ്ട് പിറപ്പിനായിക്കൊള്ളട്ടെ. ആ. ജനുവരി മാസം 1-ാം തീയതി. അത് നമ്മുടെ കണക്കിൽ ധനുമാസം 16-17 തീയതികളിലായിരിക്കും. അതുകൊള്ളാം, നല്ല സമയം. തീർത്ഥാടകർ രുദ്രാക്ഷം ധരിക്കണോ? വേണ്ട. രുദ്രാക്ഷം കുറെ ഉരച്ച് പച്ചവെള്ളത്തിൽ കുടിക്കുന്നത് നന്നായിരിക്കും. ഗുണമുണ്ടാകാതിരിക്കില്ല. ഈ തീർത്ഥാടനത്തിന്റെ ഉദ്ദേശം എന്താ? ഒന്നുമില്ലെന്നുണ്ടോ? ഉദ്ദേശങ്ങൾ സ്വാമി കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആ, തീർത്ഥയാത്രയുടെ ഉദ്ദേശങ്ങൾ, സാധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ലക്ഷ്യം. 1. വിദ്യാഭ്യാസം. 2. ശുചിത്വം. 3. ഈശ്വരഭക്തി. 4. സംഘടന. 5. കൃഷി. 6. കച്ചവടം. 7. കൈത്തൊഴിൽ. 8. സാങ്കേതിക പരിശീലനങ്ങൾ. ഈ വിഷയങ്ങളെപ്പറ്റി പ്രസംഗ പരമ്പരകൾ നടത്തണം. എല്ലാ സമുദായക്കാർക്കും അഭിവൃദ്ധി ഉണ്ടാകണം. അങ്ങനെ ജീവിതം മാതൃകാപരമാവണം. പോയി വരട്ടെ സ്വാമി. പോയി വരൂ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ, നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നിങ്ങളുടെ കണ്ണുകൾ നോക്കിയാൽ അറിയാം അപേക്ഷയോ അഭ്യർത്ഥനയോ ഉണ്ടെന്ന്. അതെ സ്വാമി, ഞങ്ങൾ കുദ്രോളിയിൽ നിന്നാ. കന്നഡത്തിലെ ബില്ലവർക്ക് തൊഴാനൊരിടമില്ല. ഗോകർണേശ്വരം ഇല്ലേ? നാം അവിടെ പോയിട്ടുണ്ട്. ഈയിടെ ഒരു സംഘം ബില്ലവർ ഗോകർണേശ്വരത്ത് ദർശനം നടത്തി. ഈഴവർ ദർശനം നടത്തി അശുദ്ധമാക്കിയെന്ന് ആരോപിച്ച് ശുദ്ധികലശത്തിന് വൻ പിഴ ഈടാക്കി. അവർണരുടെ ഹൃദയം മുറിവേറ്റു. അപമാനിതരായി ബില്ലവ സമൂഹം. ദൈവത്തിന് ശുദ്ധാശുദ്ധിയില്ല. പ്രാവും പല്ലിയും ചിലന്തിയും പ്രവേശിച്ച ക്ഷേത്രം അശുദ്ധമാവോ? സ്വാമി പറഞ്ഞാണ് ശരി. ഈ ബോധം ശുദ്ധാശുദ്ധി നിർണയിക്കുന്ന പൂണൂൽ തമ്പുരാന്മാർക്കുണ്ടായിരുന്നെങ്കിൽ. ദൈവസൃഷ്ടിയിൽ മനുഷ്യന് മാത്രമേ ദൈവവും ചെകുത്താനും എന്ന ബോധമുള്ളൂ. ദൈവത്തെ അറിഞ്ഞാൽ പിന്നെ അശുദ്ധിയുമില്ല, ചെകുത്താനുമില്ല. അശുദ്ധിയും പഴിയും പിഴയും ഒന്നും ഇല്ലാത്തൊരു ക്ഷേത്രം അങ്ങ് ഞങ്ങൾക്കായി അവർണർ ദർശിച്ച് അശുദ്ധമാക്കിയ ബ്രാഹ്മണ ശാപം ഉണ്ടാവുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ബ്രാഹ്മണശാപം നാം ഏറ്റെടുത്തോളാം. അത്തരം കുറേ ശാപങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട്. സാക്ഷാൽ ഗോകർണേശ്വരൻ തന്നെ സ്വാമിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങളിൽ ദൈവാംശം ഉണ്ടെങ്കിൽ
ഒരാളിൽ ഏത് രൂപവും ദർശിക്കാം. ക്ഷേത്രം പണിയാൻ പറ്റിയ സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട് സ്വാമി. എങ്കിൽ ആ സ്ഥലം പോയി കാണാം ഇപ്പൊ തന്നെ. ഈ സ്ഥലം സ്വാമിക്ക് ഇഷ്ടപ്പെട്ട മട്ടാണല്ലോ. നാം ഇവിടെ എത്തുമ്പോ ഒരു അപൂർവ കാഴ്ച കണ്ടു. ഒരു തവളയും പാമ്പും മിത്രങ്ങളെപ്പോലെ ഇരിക്കുന്ന കാഴ്ച. ശൃംഗേരിയിൽ തുംഗഭദ്രാ തീരത്ത് ശങ്കരാചാര്യരും ഇതിന് സമാനമായൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. അവിടെയാണ് ശൃംഗേരി മഠം സ്ഥാപിക്കപ്പെട്ടത്. ഇവിടെയും ശങ്കരപ്രിയമാണ്. ഇവിടെ സമീപത്തെല്ലാം ഉപ്പുവെള്ളമാണ് സ്വാമി. ഉപ്പ് മാറി കിട്ടിയാ പോരെ. അവിടെ കിണറ് കുഴിച്ച തെളിനീര് കിട്ടും. തെളിഞ്ഞ മനസ്സ് തന്നെയാ തെളിനീര്.